രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയെ അപമാനിച്ച വനിതാ അഭിഭാഷകയ്ക്ക് സുപ്രീം കോടതിയുടെ അതിരൂക്ഷ വിമർശനം. ഒരു വനിതയ്ക്ക് എങ്ങനെയാണ് ഒരു വനിതയ്ക്കെതിരെ ഇങ്ങനെ എഴുതാൻ കഴിയുക എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അറസ്റ്റ് തടയണമെന്ന സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി തന്നെ നോക്കിക്കാണുകയും പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത്? എന്തൊക്കെയായിരുന്നു? പ്രതീക്ഷ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച സുപ്രീം കോടതി അഭിഭാഷകയ്ക്കാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെയും ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയുടെയും ബെഞ്ച് അതിനിശ്ചിതമായ വിമർശനം നൽകിയിരിക്കുന്നത്. ഒരു വനിതയ്ക്ക് എങ്ങനെയാണ് മറ്റൊരു വനിതയ്ക്കെതിരെ ഇത്തരം അപകീർത്തികരമായ പരാമർശം എഴുതാൻ വേണ്ടി കഴിയുക എന്നാണ് സുപ്രീം കോടതി ആരാഞ്ഞത്. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പദങ്ങളാണ് ഈ അതിജീവിതയ്ക്കെതിരെ ഈ അഭിഭാഷകയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അതിജീവിതയുടെ ഭർത്താവ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് അഭിഭാഷക ദീപ ജോസഫ് സുപ്രീം കോടതിയെ അറിയിച്ചത്. കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് സുപ്രീം കോടതി അഭിഭാഷകയെ ദീപ ജോസഫിന്റെ എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് ഈ അതിജീവിതയുടെ ഭർത്താവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു താൻ പോസ്റ്റ് ഇട്ടതെന്നായിരുന്നു ദീപ ജോസഫ് കോടതിയിൽ പറഞ്ഞത്. തുടർന്ന് ഒരു ഭർത്താവ് ഒരു അഭിഭാഷകയോട് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇങ്ങനെ പരസ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതെന്നും കോടതി ചോദിക്കുകയും ചെയ്തു. ഏതായാലും ദീപ ജോസഫിന്റെ അറസ്റ്റ് തടയുവാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. ദീപ ജോസഫിന് ഈ കേസിനെതിരെ വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് ആണ് ഇത് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.